ആലാപന കവിത ഇതാ. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാൻവയെ സാദരമയോദിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായി ദാസഭാവേന ഭൂമി മണ്ഡലെ പിറക്കേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം. ആശയ വിശദീകരണം നടത്തുന്നത് താങ്കൾ തന്നെയാണോ? ഓക്കെ, പറയൂ ശ്രേയസ്. ഭൂമിയിൽ രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരുടെ ആക്രമണം വർദ്ധിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഇവരെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാളിക്ക് വേണ്ടിയുള്ള ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന പ്രകാരം മഹാവിഷ്ണുദേവൻ താൻ ഭൂമിയിൽ സൂര്യവംശത്തിൽ ശ്രീരാമനായി ജനിക്കുമെന്നും അപ്പോൾ ദേവകളായ നിങ്ങളെല്ലാവരും തന്നെ എന്നെ പരിചരിക്കുന്നതിനായി ദാസന്മാരായി അവിടെ ജനിക്കണമെന്നും ആണ് ഇവിടെ ഈ കവിതാശകലത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വയം രാക്ഷസകുലത്തെയാകെ നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടായിട്ടും സംഘശക്തിയോടെ പൊരുതിയാണ് ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നത്. അതിനാൽ കൂട്ടായ്മ കൊണ്ട് നമുക്കെന്തും നേടുവാൻ സാധിക്കും, എത്ര ഉയരത്തിലും എത്തുവാൻ സാധിക്കും എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്.